Good afternoon. Good afternoon, ma'am. Okay. എല്ലാവരും പെട്ടെന്ന് നിന്ന് കയറുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളും പഠിച്ചു കഴിഞ്ഞു. എല്ലാ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്സുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്ക് അതിനകത്ത് 12 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. ലാബ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാ ഭാഗങ്ങളും ഓക്കെ അല്ലേ? ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ 12 എണ്ണം പഠിക്കാനുണ്ട്. അതില് ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എങ്കിലും ഒന്നും കൂടെ റീകോൾ ചെയ്യാണ്. ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ. നമുക്കറിയാം ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാബ് ടെസ്റ്റുകൾ, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് അല്ലെ, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ ലാബ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലില്. എങ്ങനെയാണ് അത് സപ്പോർട്ടിങ് കൊടുക്കുന്നത്? ഏത് രീതിയിലാണ് നമുക്കറിയാം അല്ലെ. The primary function of the clinical laboratory is to perform lab testing the 6 main fields of ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് 6 ഫീൽഡുകളിൽ ലാബ് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അല്ലെ. രോഗനിർണയത്തിന് സഹായിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയാണ് 6 ഫീൽഡുകൾ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി അല്ലെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബാക്ടീരിയാസ് ദാറ്റ് കോസിംഗ് ദ ഡിസീസസ്, അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ പഠന വിധേയമാക്കിയുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് നമ്മുടെ ബയോ കെമിസ്ട്രി ആണ് അല്ലെ. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് എന്താണെന്നാ പറഞ്ഞത്? ദിസ് ദ സ്റ്റഡി ഓഫ് ദ അനാലിസിസ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ലിവിങ് ഓർഗാനിസം അല്ലെ. അതായത് നമ്മുടെ ജീവനുള്ള വസ്തുക്കളുടെ നമ്മളെ തന്നെ നമ്മുടെ ശരീരം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് എൻസൈംസുകൾ ഉണ്ട്, പ്രോട്ടീൻസുകൾ ഉണ്ട്, ലിപ്പിഡ്സുകൾ ഉണ്ട്, ഹോർമോൺസുകളൊക്കെ ഉണ്ട് അല്ലെ. ഇവയുടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളും നടക്കുന്നത്. അത്തരത്തിലുള്ള എന്താ പറയാ എൻസൈമാറ്റിക് റിയാക്ഷൻസ്, ഹോർമോണൽ റിയാക്ഷൻസ്, അതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നത്. അപ്പൊ അതിന്റെ അനാലിസിസിലൂടെ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഹിസ്റ്റോളജി ഞാൻ പറഞ്ഞു, സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്, കലകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, കറക്റ്റ് ആണ് ശൃംഖല. പിന്നെ സെറോളജി, സ്റ്റഡി ഓഫ് സെറം. സെറം എന്താന്ന് പറഞ്ഞു? നമ്മുടെ ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെല്ലുകളും മറ്റുള്ള പ്രോട്ടീൻ ഫാക്ടേഴ്സിനെയൊക്കെ നീക്കം ചെയ്താൽ ബാക്കിയുള്ള ആ ക്ലിയർ പോർഷനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറത്തിന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചില സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാല് പുതിയ അസുഖങ്ങളുടെ എന്തെങ്കിലും പ്രസൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള സെറോളജി. ഹെമറ്റോളജി നമുക്കറിയാം, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. സൈറ്റോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് സെല്ല്. ഈ പറയുന്ന 6 മെയിൻ ഫീൽഡുകളില് ലാബ് പരിശോധനകൾ നടത്തിക്കൊണ്ട് രോഗനിർണയത്തിന് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. They assist medical staff in making and confirming diagnosis in the treatment and prevention of disease. ഈ രീതിയിൽ നമുക്ക് എന്താണ് അസുഖങ്ങൾ പ്രതിരോധിച്ചും അതുപോലെ രോഗനിർണയം നടത്തുന്നുണ്ട്. ആരെയാണ്? മെഡിക്കൽ സ്റ്റാഫുകളെ, ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി. ഓക്കെ,
അത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. റേഡിയോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം, ഇമേജിംഗ് മെത്തേഡ്സുകളാണ് അല്ലെ. എക്സ്റേ എടുക്കുന്നു, CT സ്കാൻ, MRI സ്കാൻ അല്ലെ. ഇതൊക്കെ എന്തിന് വരുന്നതാണ്? റേഡിയോളജി വിഭാഗത്തിന് വരുന്നതാണ്. നമുക്കറിയാം ലാബ് എന്ന് പറഞ്ഞാലും റേഡിയോളജി എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിന് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ്. നമുക്ക് ലാബ് പരിശോധനകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റേഡിയോളജി അല്ലെ, നമുക്ക് എക്സ്റേ, സ്കാനിങ്ങുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ലാബും അതുപോലെ തന്നെ റേഡിയോളജിയും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം റേഡിയോളജി. The main function of this department is to assist the physician in the diagnosis and treatment of a patient's disease by the use of radiography, fluoroscopy, radioisotopes and high voltage acceleration. എന്താണ് പറയുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഈ പറയുന്ന രോഗികളുടെ രോഗനിർണയത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കായിട്ടും ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ. അതായത് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് ഡിസീസ് ബൈ ദ യൂസ് ഓഫ് റേഡിയോഗ്രഫി അല്ലെ. റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്റേ തന്നെയാണ് അല്ലെ. നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. യൂസ് എക്സ്റേസ് ഇതിന് വേണ്ടിയിട്ടാണ് ടു വിഷ്വലൈസ് ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ലെ. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക ഘടനകളൊക്കെ എന്താണ് ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എക്സ്റേസ് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്ത്? റേഡിയോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റേഡിയോഗ്രഫി എന്താണ്? എക്സ്റേ തന്നെയാണ് കേട്ടോ. എക്സ്റേ ഇമേജിംഗ് മെത്തേഡ് ആണ് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ടു വിഷ്വലൈസ് ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ലെ. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക ഘടനകളെയൊക്കെ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേ എന്ന് തന്നെയാണ് റേഡിയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ എന്താണ്? ഫ്ലൂറോസ്കോപ്പി അല്ലെ. അത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. എന്താണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാല്? ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവിടെ എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിയൽ ടൈം ഇമേജ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. റിയൽ ടൈം ഇമേജസ് ഓഫ് ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ്. അതായത് ദാറ്റ് മീൻസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ മൂവ്മെന്റ്സ് ഓക്കെ, അല്ലെങ്കിൽ മൂവ്മെന്റ്സിൽ ഇരിക്കുന്ന ഓർഗൻസുകളുടെ ആ ഒരു റിയൽ ടൈം ഇമേജ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിയൽ ടൈം ഇമേജസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലൂറോസ്കോപ്പി ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടെ എന്താണ്? എക്സ്റേ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മളൊരു കണ്ടിന്യൂസ് എക്സ്റേ ബീം ഉപയോഗിച്ചുകൊണ്ട് ലൈക്ക് എ വീഡിയോ, ഒരു വീഡിയോ പോലെയാണ്. ഓക്കെ, ഒരു വീഡിയോ പോലെ നമുക്ക് എന്താണ് ടു വിഷ്വലൈസ് ദ ഇന്റേണൽ സ്ട്രക്ചർ. ആ റിയൽ ടൈം ഇമേജ് ആണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത് കേട്ടോ. അതാണ് അടുത്തൊരു വ്യത്യാസം. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാലും ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്? രണ്ടിലും ഉപയോഗിക്കുന്നത് എക്സ്റേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റേഡിയോഗ്രഫിയിൽ നമ്മൾ എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റിൽ ഇമേജ് അല്ലേ കിട്ടുന്നത്? മറ്റൊരു സ്റ്റാറ്റിക് ഒരു സ്റ്റിൽ ഇമേജ് അല്ലേ നമുക്ക് കിട്ടുന്നത്? അതേസമയം ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ലൈക്ക് എ വീഡിയോ, ഒരു അവിടെ നമ്മളൊരു കണ്ടിന്യൂസ് എക്സ്റേ ബീമുകൾ എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ പോലെയാണ്, ഒരു റിയൽ ടൈം ഇമേജ് ആണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഫ്ലൂറോസ്കോപ്പി സാധാരണ എന്തിനു ഉപയോഗിക്കാന്ന് വെച്ചാല് നമ്മള് ഈ സ്വാലോയിങ് സ്റ്റഡീസിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിഴുങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ എന്തെങ്കിലും നമ്മുടെ വയറ്റില് വിഴുങ്ങി പോകുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വിഴുങ്ങുന്ന വസ്തുവിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഏതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് നമ്മൾ പൊതുവെ ഫ്ലൂറോസ്കോപ്പിയാണ് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ കത്തീഡ്രലുകൾ ശരീരത്തിനകത്തേക്ക് ഘടിപ്പിക്കുമ്പോൾ, കത്തീഡ്രൽ എന്ന് വെച്ചാൽ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബുകളാണ് കേട്ടോ. കത്തീഡ്രലുകൾ ഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് നമ്മൾ സ്റ്റെന്റ് കഴിക്കാറുണ്ട് കേട്ടോ, സ്റ്റെന്റ് ഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ പർപ്പസുകളിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? കറക്റ്റ് ആ മൂവ്മെന്റ്സ് അറിയാനായിട്ട്, ആ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫ്ലൂറോസ്കോപ്പി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ വരുന്നതാണ് റേഡിയോ ഐസോടോപ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെ പറഞ്ഞു? ന്യൂക്ലിയർ മെഡിസിനകത്ത് നമ്മൾ പഠിച്ചില്ലേ അല്ലെ? ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സുകൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജ് എടുക്കുന്നുണ്ട് അല്ലെ? ഇമേജ് എടുക്കുന്നുണ്ട്, പല രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് അല്ലെ? പെറ്റ് സ്കാന്, സ്പെക്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈ എനർജിയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവെക്കുന്നുണ്ട്. നമ്മൾ പല രോഗങ്ങളും ചികിത്സിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാൻസർ ചികിത്സകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇത്തരത്തിലുള്ള റേഡിയോഗ്രഫി, അതുപോലെ ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്സ്, ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് രോഗനിർണയിക്കാനും അതുപോലെ ചികിത്സയ്ക്കും ഒരു ഫിസിഷ്യനെ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ എക്യുപ്മെന്റുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ഒന്നത് എക്സ്റേ മെഷീൻ അല്ലെ? എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CT സ്കാൻ മെഷീൻ അല്ലെ? CTയുടെ ഫുൾ ഫോം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. എന്താണ്? കമ്പ്യൂട്ടഡ്, COMPUTED ആണ് കേട്ടോ. കമ്പ്യൂട്ടർ എന്നല്ല പറഞ്ഞത്, കമ്പ്യൂട്ടഡ് എന്നാണ് പറഞ്ഞത് കേട്ടോ. COMPUTED, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, TOMOGRAPHY കേട്ടോ. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ അല്ലെ? CT സ്കാൻ മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ MRI മെഷീൻ അല്ലെ? MRI സ്കാൻ ചെയ്യാറുണ്ട് അല്ലെ? MRIയുടെ ഫുൾ ഫോമും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. എന്താണ്? മാഗ്നറ്റിക് കറക്റ്റ് ആണ് കേട്ടോ ഗ്ലോറി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ കറക്റ്റ് ആണ്. MRIയുടെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക്, MEGNETIC, മാഗ്നറ്റിക് റെസോണൻസ്, RESONANCE കേട്ടോ. റെസൊണൻസ് കറക്റ്റ് ആണ് കേട്ടോ. ഗ്ലോറി കറക്റ്റ് ആണ്. ഇമേജിംഗ്, IMAGING നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ പഠിക്കൂ, ഇത് റേഡിയോളജി സർവീസിനകത്ത് പഠിക്കാനുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ MRI മെഷീൻസ്. പിന്നെന്താണ്? അപ്പൊ നമുക്ക് CT അല്ലെ? CT ഉണ്ട്, MRI ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് CT സ്കാനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേകളാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രോസ് സെക്ഷണൽ ഇമേജ് എടുക്കുന്ന ആ ഒരു സ്കാനാണ് CT സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. MRI എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മാഗ്നറ്റിക് എന്നാണ്, അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമേജ് ചെയ്യുന്നതാണ് MRI സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. CT സ്കാനിൽ ഉപയോഗിക്കുന്ന എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രോസ് സെക്ഷണൽ ഇമേജ് എടുക്കുന്നു. MRI ആവുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും പ്ലസ് റേഡിയോ വേവ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നമ്മൾ സ്കാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള MRI മെഷീനുകൾ. പിന്നെന്താണ്? എക്കോ കാർഡിയോഗ്രാം അല്ലെ? എക്കോ കാർഡിയോഗ്രാം. എക്കോ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പൊതുവെ എന്തുമായിട്ട് ബന്ധപ്പെട്ട പറയാം? എക്കോ കേൾക്കുന്നുണ്ട്. എക്കോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പൊതുവെ പറയാം? എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ പറയാം എക്കോ വരുന്നുണ്ട്. എക്കോ എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറയാറ്? ഓക്കെ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? അത് തന്നെ. എക്കോ കാർഡിയോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ സൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? അതായത് അൾട്രാ ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഡിയോഗ്രാം അല്ലെ? നമ്മുടെ ഈ പറയുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെ? ഹൃദയ ഭാഗങ്ങളൊക്കെ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്കോ കാർഡിയോഗ്രാം. ഓക്കെ, എക്കോ എന്ന് പറയുമ്പോൾ ECG രണ്ടും വേറെയാണ് കേട്ടോ. എക്കോ എന്ന് പറയുമ്പോൾ എക്കോ നിങ്ങൾ ഓർക്കുക, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാ സൗണ്ട് വേവ്സ്, ഹൈ എനർജി സൗണ്ട് വേവ്സുകള്, ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയ പരിശോധന നടത്തുന്ന ഒരു എന്താ പറയാ മെത്തേഡാണ് എക്കോ കാർഡിയോഗ്രാം, എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? അൾട്രാസൗണ്ട് കളർ ഡ്രോപ്ലർ. അൾട്രാസൗണ്ട് കളർ ഡ്രോപ്ലർ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് വേവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കളർ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഡോപ്ലർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വേറൊന്നുമല്ല, ഹൃദയ പരിശോധന അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇമേജ്, അതായത് അതിനകത്തുള്ള എന്താ പറയുക ആർട്ടറി, വെയിൻ, മറ്റുള്ള എന്താ പറയാ ഹൃദയത്തിന്റെ അറകള്, ഇതൊക്കെ ഇമേജ് ചെയ്യാനായിട്ട് നമ്മള് കളേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കളർ ഡോപ്ലർ എന്ന് പറയുന്നത് കളേർഡ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ആ ഒരു ആർട്ടറിയിലൂടെ വെയിനിലൂടെ ഒക്കെ പോകുന്ന ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ നമുക്ക് കളേർഡ് ആയിട്ട് കാണാൻ പറ്റും. ഇത് തന്നെ അവിടെ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളേർഡ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലഡിന്റെ ഫ്ലോയും അതിന്റെ ഡയറക്ഷനും ഒക്കെ നമുക്ക് കളറിൽ കാണാൻ പറ്റും, കളേർഡ് ആയിട്ട് കാണാൻ പറ്റും.
അങ്ങനെയുള്ളൊരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉപയോഗിക്കുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എക്സ്റേ മെഷീൻ, CT സ്കാൻ മെഷീൻ, MRI മെഷീൻ, അതുപോലെ എക്കോകാർഡിയോഗ്രാം, അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. അപ്പൊ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ, ഇമേജിംഗ് മൊഡാലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയത്തിനും രോഗത്തെ ചികിത്സിക്കാനും ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഒരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അഥവാ CSSD. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം? അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം. ചോദിക്കും കേട്ടോ. ഇതിൽ പറയുന്ന പല സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, CSSD ഫുൾ ഫോം എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമാക്കാന്നുള്ള അർത്ഥമാണ് അല്ലെ? അണുവിമുക്തമാക്കുക. അപ്പൊ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകള്, മറ്റുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റുകള്, ഇതെല്ലാം തന്നെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് അല്ലെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? CSSD എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല, എപ്പോഴും അവിടെ ഇങ്ങനെ അടിച്ചു വാരി തൂത്തുവാരി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? അതോടൊപ്പം അത് വേറെ വിഭാഗമാണ് കേട്ടോ, സോറി, അത് വേറെ വിഭാഗമാണ്. CSSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, സർജിക്കൽ ഇൻസ്ട്രുമെന്റുകള്, ഇതൊക്കെ എന്താണ്? അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. വായിക്കാൻ നമുക്ക്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ടു അവോയ്ഡ് ദ സ്പ്രെഡിംഗ് ഓഫ് ഇൻഫെക്ഷൻസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ അല്ലെ? നമുക്കറിയാം, ഹോസ്പിറ്റലിൽ എന്ത് വരും? ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ധാരാളം രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഹോസ്പിറ്റലിലുള്ള ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡിങ്ങിനാണ്, വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും ഒക്കെ വളരെ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, they follow a strict procedure for sterilizing medical and surgical instrument. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുന്നതിനായിട്ട് അവര് കർശനമായിട്ടുള്ള കുറെ പ്രൊസീജിയറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സുകളും മറ്റൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോക്ലേവ് പോലെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം കേട്ടോ. കെമിക്കൽ സ്റ്റെറിലൈസ് ഉണ്ട്, റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഓട്ടോക്ലേവ്സ് എക്യുപ്മെന്റ്സ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? CSSD ഒക്കെ ആണോ? നിങ്ങളോട് ചോദിക്കൂ കേട്ടോ. Which department is responsible for keeping all the instruments used in the hospital clean and sterilized? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? CSSD ഡിപ്പാർട്ട്മെന്റ് ആണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവും ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തില് നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ, ഇപ്പൊ റൂംസുകളായിക്കോട്ടെ അല്ലെ, ഹോസ്പിറ്റൽ റൂമുകള്, വാർഡുകള്, അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ധാരാളം തുണിത്തരങ്ങളുണ്ട് അല്ലെ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകള്, കർട്ടനുകള്, ഇതെല്ലാം തന്നെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് കണ്ടിട്ട് എപ്പോഴും ഫ്ലോറിൽ ചെയ്തും റൂമുകൾ ക്ലീൻ ചെയ്തും അല്ല, അവിടുത്തെ ബെഡ്ഷീറ്റുകൾ മാറ്റുന്നു, അത് വാഷ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് ദ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൗസ് കീപ്പിംഗ്. CSSD ഹൗസ് കീപ്പിംഗ് മാറിപ്പോകരുത് കേട്ടോ. CSSD നമ്മൾ പ്രത്യേകം പറയുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റുകളും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് ഇൻചാർജ് ഉള്ളതാണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരിവിടെ ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ടറി and the cleaning all the rooms of hospital and effectively disposing of medical waste according to the strict hospital disposal procedures.
അതിൽ എന്താണ് ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ടറി അല്ലെ, ലോണ്ടറി എന്ന് വെച്ചാൽ തുണിത്തരങ്ങളൊക്കെ വാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകള് വാർഡുകള് ഇതെല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ് കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിക്കൊണ്ട് മെഡിക്കൽ വേസ്റ്റുകളെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ഡെയിലി എന്താണ് അവരുടെ റൂമുകൾ വന്ന് ക്ലീൻ ചെയ്യും അല്ലെ, വേസ്റ്റുകൾ എടുത്ത് അവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ലാബ് കഴിഞ്ഞു, റേഡിയോളജി കഴിഞ്ഞു നമ്മുടെ, പിന്നെ നമ്മുടെ CSST പഠിച്ചു, ഹൗസ് കീപ്പിംഗും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും ആ പേരിൽ നിന്ന് നമുക്കറിയാം. ഡയറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണിത്. അതന്നെ ഫുഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾ മറ്റേ കാന്റീൻ സർവീസ് ആയിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. കാന്റീൻ സർവീസ് ആയിട്ടല്ല ഇതിലൂടെ പറഞ്ഞത്. ഇതൊരു പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഒരു മെഡിക്കൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. This department provides food services to the inpatients, their families, and the staff of the hospital based on a nutritional menu provided by the nutrition department. Okay, അതായത് ഒരു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രീഷണൽ മെനു അനുസരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനും അവിടുത്തെ മറ്റ് വിസിറ്റേഴ്സിനും അതുപോലെ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏതാണിത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കറിയാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അല്ലെ, ഡയറ്റീഷ്യൻ. അപ്പൊ നോക്കുക, ഡയറ്റീഷ്യൻ ഈസ് എ member of the health team and works closely with the nursing services personnel in meeting the patients' nutritional needs and in teaching. Okay, നിങ്ങളുടെ ഡയറ്ററി സർവീസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ നമുക്കറിയാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തി ഡയറ്റീഷ്യൻ ആണ്. ഈ പറയുന്ന ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ് കേട്ടോ. അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. അവരെന്ത് ചെയ്യാണ്? ആരോഗ്യയുടെ പോഷകാഹാര ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും അവർക്ക് വേണ്ട ടീച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു ഗൈഡൻസ് ആണ്. ഡയറ്റ് കൗൺസിലിംഗും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് എന്താണ് അവരുമായിട്ട് ഏറ്റവും ക്ലോസ്ലി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യങ്ങൾക്ക് അവരുടെ പോഷകാഹാര ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ തയ്യാറാക്കണം, അവർക്ക് അതിന് വേണ്ട ഫുഡുകൾ തയ്യാറാക്കി കൊടുക്കണം, അതോടൊപ്പം അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് മറ്റും പ്രൊവൈഡ് ചെയ്യണം. നമുക്കറിയാം ഇപ്പൊ രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ ഡയറ്റും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പലതരത്തിലുള്ള സൂപ്പർ കാർഡിയാക്ക് പേഷ്യൻസ് ആണെങ്കിൽ അവര് ഈ പറയുന്ന ഓയിൽ കണ്ടന്റ് അങ്ങനത്തെ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ BP പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഉപ്പ്, എരിവ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഒഴിവാക്കേണ്ടി വരും. കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ. അപ്പൊ ഓരോരുത്തർക്കും ഒരു രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കാം അല്ലെ. അപ്പം അതിന് വേണ്ട ഒരു കൗൺസിലിംഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. കാര്യം നമുക്കറിയാം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും അതുപോലെ നഷ്ടപ്പെടുത്തുന്നതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഡയറ്റ്. അപ്പൊ അതിനെ പറ്റി അവർക്ക് വേണ്ട കൗൺസിലിംഗ് മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് അവരുടെ ടീച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയുന്നത്? He or she is responsible for the ordering of supplies and the supervision of all the staffs engaged in the preparation and delivery of food. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈസുകളൊക്കെ ഓർഡർ കൊടുക്കാനും അത് പർച്ചേസ് ചെയ്യാനൊക്കെ ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഡയറ്റീഷ്യന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ ഭക്ഷണം തയ്യാറാക്കുന്നതിലും ഭക്ഷണ വിതരണം നടത്തുന്ന സ്റ്റാഫുകൾക്കൊക്കെ വേണ്ട മേൽനോട്ടം വഹിക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ഡയറ്റീഷ്യനാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ അതൊരു ഡയറ്റീഷ്യൻ ആണ്. അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കട്ടെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ നമുക്കൊരു ഓവറോൾ ഐഡിയ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ.
ഇനി ഇതിനുള്ള ഇതൊക്കെ ഹൗസ് കീപ്പിംഗ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ പഠിക്കാനുണ്ട്, ലോണ്ടറി ക്ലീനിങ് സെപ്പറേറ്റ് ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഡയറ്ററി ഇതൊക്കെ, ഫാർമസി, ലാബ്, റേഡിയോളജി ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ നിന്നൊന്നും ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് ക്യാൻറ്റീൻ വേറെ ആയിട്ട് വരും കേട്ടോ. ക്യാൻറ്റീൻ ഫുഡ് സർവീസ് തന്നെയാണ്, പക്ഷെ എങ്കിലും അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വരില്ല. അത് പലതും ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതാണ് ക്യാൻറ്റീൻ സർവീസുകൾ കേട്ടോ. പിന്നെ മാത്രമല്ല അവിടെ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടെ ഡയറ്റീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവര് കൃത്യമായിട്ട് പേഷ്യന്റിന്റെ അടുത്ത് വരും. ഡയറ്റ് കൗൺസിൽ നമ്മൾ ക്യാമ്പയിനിൽ അങ്ങനെ ഡയറ്റ് കൗൺസിലും ഒക്കെ കൊടുക്കും, അതൊന്നും കൊടുക്കില്ല. അവിടെ എന്ന് പറയുന്നത് ഏറ്റവും ലോ കോസ്റ്റിൽ പരമാവധി എല്ലാ തരത്തിലുള്ള ഫുഡ് അവിടെ അവൈലബിൾ ആണ്. എങ്കിലും കൺട്രോൾ ഉണ്ടാവും കേട്ടോ. ഡയറ്റ് മീൻസ് ഭക്ഷണത്തിന്റെ ആ ഒരു ഫുഡ് ഐറ്റംസിൽ ചില റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിന്റെ പരിധിക്കുള്ളിലായതുകൊണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തിക്കുന്നു. ഡയറ്റീഷ്യൻ ഉണ്ടാവും, അവർ ഈ രോഗികളെ വന്ന് കാണും, അതനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ഒക്കെ തയ്യാറാക്കി കൊടുക്കും. അതൊരു ശരിക്കും വേറൊരു വിഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ, ക്യാൻറ്റീൻ സർവീസ്. ഇത് ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അടുത്തതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോഷ്യൽ വർക്ക് MSW ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? എന്തിനാണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ പർപ്പസ് എന്തായിരിക്കും നിങ്ങൾക്കറിയാം അല്ലെ? രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ട് തളരെ മാത്രമല്ല മാനസികമായിട്ട് നമ്മൾ ഒരുപാട് വീക്ക് ആവുന്ന ഒരു സമയമാണ് അല്ലെ രോഗാവസ്ഥ. പ്രത്യേകിച്ച് നമുക്ക് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ, പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ അതിന് വേണ്ട അത് ചികിത്സിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ഇഷ്യൂസുകൾ വരും അതിനെപ്പറ്റി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നേരിടാനായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട വൈകാരികമായിട്ടും മാനസികമായിട്ടും പിന്നെ എന്താണ് ശാരീരികമായിട്ടൊക്കെ ഉണ്ടാവുന്ന അത് തന്നെ എന്റെ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഹെൽപ്പിംഗ് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. അവർക്ക് രോഗാവസ്ഥയിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാവും. അവിടെയൊക്കെ ഒരു പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. This department and with the medical social workers helps the patients and their families, deals with a broad range of psychosocial issues and stresses related to coping with the illness and maintaining health. ഓക്കെ, അതെല്ലാം ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ രോഗം അല്ലെ ഇൽനെസ് നമ്മുടെ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് ഉണ്ടാവുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടാവുന്ന എന്താ പറയുക സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, മാനസികമായിട്ടുള്ള വിഷമങ്ങള്, ഉത്കണ്ഠകള്, ആശങ്കകള് അതിനെയൊക്കെ നേരിടാനായിട്ട് പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും സഹായിക്കുന്ന ഈ പറയുന്ന മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, this department addresses the challenges families face അല്ലെ. പൊതുവെ അവരുടെ ഈ പേഷ്യൻസിന്റെ ഫാമിലീസ്, പേഷ്യന്റും പേഷ്യന്റിന്റെ ഫാമിലീസും അവർ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും അവർ എന്ത് ചെയ്യുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. എല്ലാ ആളുകൾക്കും ആ ഒരു ഹെൽത്ത് കെയർ ആക്സസിബിൾ ആക്കി കൊടുക്കുക അല്ലെ. എല്ലാ ആളുകൾക്കും അവിടെ ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള ഒരു ആരോഗ്യ പരിചരണം അവൈലബിൾ ആക്കി കൊടുക്കുക അല്ലെ, ആക്സസിബിൾ ആക്കി കൊടുക്കുക. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വേണ്ട ചികിത്സ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, എന്നിട്ട് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ആക്സസിബിൾ ആക്കി കൊടുക്കുക അല്ലെ. അപ്പൊ ആ രീതിയിൽ ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ, അതായത് ഈ ആരോഗ്യ സേവനങ്ങള് എല്ലാ ആളുകൾക്കും എന്താക്കി കൊടുക്കുക, അവൈലബിൾ ആക്കി കൊടുക്കുക. പിന്നെന്താണ് ആൻഡ് സർവീസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി അല്ലെ. ഈ പറയുന്ന ഡോക്ടേഴ്സിനും ഈ പറയുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും ഇവരുൾപ്പെടുന്ന കമ്മ്യൂണിറ്റിക്കും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഈ കൂടുതൽ അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്താണെന്ന് മനസ്സിലായോ? ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫിസിയോതെറാപ്പിയാണ് കേട്ടോ. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴാണ് നമ്മൾ ഫിസിയോതെറാപ്പി തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു പുനരധിവാസ സേവനമാണ് അല്ലെ. പ്രത്യേകിച്ച് വല്ല ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് എന്തെങ്കിലും താൽക്കാലികമായിട്ട് വൈകല്യങ്ങൾ, അത് തന്നെ റീഹാബിലിറ്റേഷൻ ആണ് കേട്ടോ. അങ്ങനെയുള്ള താൽക്കാലികമായിട്ട് എന്തെങ്കിലും കുട്ടികളെ വൈകല്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്യണം, നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം അല്ലെ. അവരെ ആ ഒരു പഴയ നോർമൽ ഫംഗ്ഷനിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടി സഹായിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഫിസിയോതെറാപ്പി. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് rehabilitation patients. Underline ചെയ്യാട്ടോ. Which department aims at rehabilitation patients? പുനരധിവാസ രോഗികളെ രക്ഷപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ നമുക്കറിയാം ഫ്രാക്ചർ വന്നു അല്ലെ, കാലൊടിഞ്ഞു കൈയൊടിഞ്ഞു, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവരെ ഒരു നോർമൽ ഫംഗ്ഷനിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ ഫിസിയോതെറാപ്പി പോലുള്ള സേവനങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടാണോ കണക്ഷൻ? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ കണക്ഷൻ ഇല്ലേ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. ന്യൂറോൺ സംബന്ധമായിട്ടൊക്കെ ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഒക്കെ വന്ന് ചില വശങ്ങളൊക്കെ തളർന്നു പോകും, ചിലര് മുഴുവനോടെ തളർന്നൊക്കെ പോകും, പാരലൈസ് ചെയ്തു പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് നീണ്ട കാലത്തെ ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെയാണ് നമുക്ക് അവരെ ആ ഒരു പഴയൊരു അവസ്ഥയിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞത് മോസ്റ്റ്ലി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി നിങ്ങളുടെ എന്തുമായിട്ടാണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഇല്ലാന്നല്ല, ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് എന്തിന് കണക്ഷൻ വരുന്നുണ്ട്? ഫിസിയോതെറാപ്പിക്ക് കണക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കുക, this department offers a wide range of body healing therapy that will help a patient resume the normal functioning. This department offers outpatient as well as inpatient services. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഹീലിംഗ് തെറാപ്പികൾ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്നുവെച്ചാൽ അവിടെ ഡ്രഗ്സിനേക്കാളും മരുന്ന് എന്നതിനേക്കാൾ ഉപരി അവിടെ എന്താണ് കൂടുതലും മറ്റുള്ള കണ്ടീഷൻസ്, ഇപ്പൊ ഹീറ്റ്, കോൾഡ്, എക്സസൈസ്, അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന് അവരുടെ പഴയൊരു ഫംഗ്ഷനെ റിസ്യൂം ചെയ്യാൻ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഹീലിംഗ് തെറാപ്പികളൊക്കെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പേഷ്യന്റ് ഇൻപേഷ്യന്റ് സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഡ്മിറ്റ് ആക്കി കൊടുക്കേണ്ട സേവനങ്ങളാണ്. അങ്ങനെയുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള ഫിസിയോതെറാപ്പി സേവനങ്ങൾ കൊടുക്കും. ഇനി അതല്ല ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിൽ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ രാവിലെ വന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവും, അവർക്ക് ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കും. ഇനി അതല്ല ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട സേവനമാണെങ്കിൽ ഇൻപേഷ്യന്റ് രീതിയിലുള്ള സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അപ്പോ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല എന്നറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. ഫാർമസി അല്ലെ, ഫാർമസി എന്തുവാണ്? ഈ പറയുന്ന മരുന്നുകൾ അല്ലെ, മരുന്ന് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്. സോ എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി equipped with a pharmacy which provides the drugs for the entire hospital അല്ലെ. അതായത് ശരിക്കും എന്താണ്, മൊത്തത്തിൽ ഒരു ഫുൾ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ് ബട്ട് ആൾസോ പ്രൊവൈഡ്സ് other goods and instruments used by all the departments in the hospital for the patient's care or surgeries. അപ്പൊ പേഷ്യൻസിന് വേണ്ടി മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് അതിനെ കണക്കാക്കണ്ട. പകരം എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടെ രോഗി പരിചരണത്തിനായിക്കോട്ടെ സർജിക്കൽ പർപ്പസിനൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഇൻസ്ട്രുമെന്റുകൾ, മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. വെറും പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കൽ മാത്രമല്ല,
ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ മരുന്നുകളായിക്കോട്ടെ മറ്റുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ആയിക്കോട്ടെ അതൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഡയറ്ററീസ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോ ഡയറ്റീഷ്യന്റെ റോളിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതുപോലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ആരാണ്? ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ റൺ ബൈ എ ഫാർമസിസ്റ്റ് ആണ് ഇത് റൺ ചെയ്യുന്നത്. ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഇനി ഫാർമസി എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, എന്തൊക്കെയാണ്? 4 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അത് പർച്ചേസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. ഹോസ്പിറ്റലിന് അവിടെ വരുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മറ്റു ഫാർമസ്യൂട്ടിക്കൽസുകളൊക്കെ വാങ്ങുക, പർച്ചേസ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഇൻപേഷ്യന്റ് ഡിസ്പെൻസിംഗ് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. അതുപോലെ ഔട്ട് പേഷ്യൻസ് വരുന്നുണ്ട് അല്ലെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കായിട്ടുള്ള മരുന്നുകളുടെ ഡിസ്പെൻസിങ്ങും ചെയ്യാം. പിന്നെ എന്താണ്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. അത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ് ഇല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യൻസ് ആയിട്ട് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന് വരുന്ന ഔട്ട് പേഷ്യൻസിനായി വേണ്ടിയിട്ട് പ്രത്യേകം ഫാർമസി ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ് ഔട്ട് പേഷ്യൻസിനൊക്കെ ആയിട്ട് പ്രത്യേകം ഫാർമസി ഉണ്ടായിരിക്കും. അതുകൂടാതെ വാർഡ് ഫാർമസി, ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ ഒറ്റ ഫാർമസി ആ രീതിയിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് ഔട്ട് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യാൻ പ്രത്യേകം ക്ലിനിക്കൽ ഫാർമസികളും പിന്നെ അതത് വാർഡുകള് ഇൻപേഷ്യൻസ് ഉണ്ടാവല്ലോ, ഓൾറെഡി അഡ്മിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അവിടെ അവർക്കുള്ള മരുന്ന് സപ്ലൈക്ക് വേണ്ടിയിട്ട് അതത് വാർഡുകളിലായിട്ട് വാർഡ് ഫാർമസികളും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് എസ് എ ഗൈഡ്. അതുകൂടാണ്ട് നമ്മുടെ ഡോക്ടേഴ്സിനെ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് ഒരു മെഡിക്കേഷൻ പ്രൊസീജിയറുകളെ പറ്റിയിട്ടുള്ള ഒരു ഗൈഡ് അത് ഫാർമസി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? അതായത് ഓരോ മരുന്നുകളും ഉപയോഗത്തെ പറ്റിയിട്ട് ഏതൊക്കെ മരുന്നുകള് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഗൈഡ് ഫാർമസി ആർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന് ഫാർമസി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് നമ്മൾ പൊതുവെ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയുക കേട്ടോ. ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയുക. എന്ന് വെച്ചാല് ഓരോ ഹോസ്പിറ്റലുകളിലും അവിടെ ഉപയോഗിക്കുന്നതിന് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റാണ് ഈ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോ ഓരോ ഹോസ്പിറ്റലിന്റെയും ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകത ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സംഭവം. ആ ഒരു ഗൈഡ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാമോ? അവിടെയുള്ള ഡോക്ടേഴ്സിന് ഒരു രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ മരുന്നുകൾ അവിടുത്തെ ഫാർമസിയിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ അത് ഡോക്ടർക്ക് അറിയണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഗൈഡ് കൊടുക്കണം. അപ്പൊ ആ ഒരു ഗൈഡ് പ്രകാരമുള്ള മരുന്നുകളാണ് ഡോക്ടർ എന്ത് ചെയ്യുക? രോഗികൾക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഡോക്ടർക്ക് മനസ്സിൽ തോന്നിയ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ഡോക്ടർക്ക് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഗൈഡ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അവൈലബിൾ ആണോ എന്ന് നോക്കല് മാത്രമല്ല ഓരോ മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ, അതായത് ആ ഒരു മരുന്ന് അതിന്റെ പേര്, അതിന്റെ എന്താ പറയാ ബെനിഫിറ്റുകൾ, അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഉൾപ്പെടെ ആ മരുന്നിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗൈഡ് ഫാർമസി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ ഫാർമസി എന്താണെന്നുള്ളത്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്
MRD ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം നിങ്ങൾ MRDയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ CSSTയുടെ എക്സ്പാൻഷൻ പഠിച്ചില്ലേ, അതുപോലെ MRDയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്തായിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതാണ് അവിടെ പറയുന്നത്. This department handles recording and maintaining all the records of files of inpatients as well as the outpatients. അല്ലെ, ഇൻപേഷ്യൻസ് അല്ലെ, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ വരുന്ന ഔട്ട് പേഷ്യൻസിന്റെയും ഈ പറയുന്ന എല്ലാവിധ റെക്കോർഡുകളും ഫയലുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൈകാര്യം ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ റെക്കോർഡ് department. It is with these records that the medical statistics can be formulated and it serves as a reference for the future purpose. അല്ലെ, നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ലീഗൽ റെക്കോർഡാണ് ശരിക്കും. ഇറ്റ്സ് എ ലീഗൽ റെക്കോർഡാണ്. അപ്പൊ ആ ഒരു റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ രൂപപ്പെടുത്തുന്നതും. പിന്നെ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെ. അതായത് ആ ഒരു രോഗിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡാറ്റകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും, മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഭാവിയിൽ അതായത് ഇപ്പൊ പോയാലും പിന്നീട് എപ്പോഴെങ്കിലും ആ രോഗി വരുന്ന സമയങ്ങളിൽ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നമ്മൾ അത് അത്രയേറെ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് MRD എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായിരിക്കും മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവർ എന്തായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ടാവുക? നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫ് അത് മാത്രമല്ലല്ലോ, അവിടെ മറ്റുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ വേണം അല്ലെ. എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ വേണം, പ്ലംബിംഗ് വർക്ക്, സ്റ്റീൽ വർക്ക്, ഇതൊക്കെ വേണം അല്ലെ. AC ഇതെല്ലാം വേണം. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റികൾ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. വാട്ടർ സപ്ലൈ ഇല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? AC ഇല്ലാണ്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ റൂമുകളിലൊക്കെ നമ്മൾ TV ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള AC ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയാ ഫിസിക്കൽ ഫെസിലിറ്റികൾ അല്ലെ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഷുർസ് ദാറ്റ് the hospital is in operable condition. അല്ലെ, മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ ഒരു പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ്. ഇത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റി ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഒരു പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. It makes the plans and performs various projects for the hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ അതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, this department makes sure that all electrical facilities are in a perfect condition. അല്ലെ, ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളും പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അത് കൂടാതെ പെർഫോംസ് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, പ്ലംബിംഗ്, സ്റ്റീൽ വർക്ക് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ എയർ കണ്ടീഷനിങ് വർക്കുകൾ, പ്ലംബിംഗ്, സ്റ്റീൽ വർക്കുകൾ, അതിന്റെയൊക്കെ അറ്റകുറ്റപ്പണികൾ, മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ ഇതൊക്കെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് മനസ്സിലായില്ലേ? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. തിരിച്ചും ചോദിക്കാം, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടും വേറെയാണെന്ന് വിചാരിക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്.
ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും അല്ലെ, അവിടുത്തെ എക്യുപ്മെന്റ്സുകള്, മറ്റു ഇൻസ്ട്രുമെന്റുകള് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും മറ്റും പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. This department is responsible for purchasing all supplies and equipment for the hospital. ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസുകളും എക്യുപ്മെന്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് കേട്ടോ, ലാസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് 12ാമത്തെ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്കറിയാം അല്ലെ, പണ്ടത്തെ പോലെയാണോ ഹോസ്പിറ്റൽ? ഇന്നത്തെ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഒരുപാട് ഈസി ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ. പണ്ട് മാനുവലി ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കുറെ കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ കുറെ കൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. All hospitals today use computers to keep the track of patient records and other medical related affairs. അല്ലെ, പേഷ്യൻസിന്റെ റെക്കോർഡുകളായിക്കോട്ടെ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അഫയേഴ്സുകളും ട്രാക്ക് ചെയ്യാനായിട്ട് ഇതെന്താ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. Therefore, this department provides technical support. Underline ചെയ്തിരിക്കുക കേട്ടോ. This department provides technical support as and when needed and keep the systems updated and provide support when the systems fail. അല്ലെ, അപ്പോ ഈ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത്? സാങ്കേതികമായിട്ടുള്ള സപ്പോർട്ട് അല്ലെ, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അത് ഈ പറയുന്ന ഹോസ്പിറ്റൽ സിസ്റ്റംസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. That is called IT and communication. They also aim to provide effective online services for the patients and help to keep the entire hospital informed of certain events that take place within the hospital. അതുകൂടാതെ നമുക്കറിയാം അല്ലെ, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങളും മറ്റും കൊടുക്കാനും അതുപോലെ ഹോസ്പിറ്റലുകളിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രോഗ്രാമുകളോ എന്തെങ്കിലും സെമിനാറോ വർക്ക്ഷോപ്സുകളൊക്കെ വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ എല്ലാം എന്താണ്, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കാം, നമുക്ക് ഓൺലൈൻ ആയിട്ട് കൺസൾട്ട് ചെയ്യാം അല്ലെ. എല്ലാം എന്താണ്, സിസ്റ്റം വൈസിലാണ്. ആ രീതിയിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കാനും പിന്നെ എന്താ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. 12 എണ്ണം. ഓക്കെ, 24 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു വിഭാഗം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, നമ്മൾ തുടക്കം പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലേ തുടങ്ങിയത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ 3ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീരും. ഓക്കെ, നമുക്കറിയാം. അപ്പൊ അതിലേക്ക് നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, 3ാമത്തെ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു 3 സബ് ഡിവിഷൻ? ഏതൊക്കെയായിരുന്നു? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, മറ്റൊന്ന് HR അല്ലെ, ഹ്യൂമൻ റിസോഴ്സ്, പിന്നെ 3ാമത്തെ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് 3 എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സസ്, HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇതൊരു ഓർഗനൈസേഷൻ ഉണ്ടോ? HR ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് എന്തായിരിക്കും അവരുടെ പർപ്പസ്? എന്നാലോചിച്ച് പറഞ്ഞേ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും അവരുടെ പർപ്പസ്?
ഹ്യൂമൻ റിസോഴ്സസിനെ എടുക്കുക അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനെ സ്റ്റാഫുകൾ അല്ലെ, അതായത് ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കൊരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? HR ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. അവരാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. ഇന്റർവ്യൂ എക്സാം നമ്മൾ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷന്റെ HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവരാണ് ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, മനുഷ്യ വിഭവങ്ങളാണ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗിവൺ the aim of recruiting efficient human resources for the hospital. അതായത് ഒരു ഹോസ്പിറ്റലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താണ് മനുഷ്യ വിഭവങ്ങൾ അല്ലെ, ആളുകളെ തെരഞ്ഞെടുക്കാൻ റിക്രൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി അത് മാത്രമാണോ? ആളുകളെ തെരഞ്ഞെടുത്താൽ മാത്രം മതിയോ? അത് മാത്രമല്ല, ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് അല്ലെ. ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് policies and procedures that the staff have to follow in the hospital അല്ലെ. അതുകൂടാതെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് അല്ലെ, അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികള് പ്രൊസീജിയറുകള് റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കുക കേട്ടോ. റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താ? തെരഞ്ഞെടുക്കാം എന്നാണ് അർത്ഥം. അപ്പോ നമുക്ക് ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ സ്റ്റാഫുകള് അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികള് പ്രൊസീജിയറുകള് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെതായ എത്തിക്സ് ഉണ്ടായിരിക്കും അല്ലെ, അതിൻ്റെതായ റൂൾസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാവും. അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ. അതൊക്കെ നമ്മള് ജോലിക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറും ക്രിയേറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അതോടൊപ്പം എന്തുകൂടെ വേണം? ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അതോടൊപ്പം എന്ത് വേണം? ആളുകളെ തെരഞ്ഞെടുത്തു, അവർക്ക് ഒരു ജോലി കൊടുത്തു, അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എന്ത് വേണം? അവരുടെ സാറ്റിസ്ഫാക്ഷനും കൂടെ ഉറപ്പുവരുത്തണം അല്ലെ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും എന്താണ് സ്റ്റാഫുകൾ എടുത്ത് അവരുടെ സേവനം മാത്രം മതി, അവര് സംതൃപ്തരാണോ അല്ലേ എന്നുള്ളതും നമുക്കറിയേണ്ടത്. അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അല്ല, അവരുടെ സംതൃപ്തി കൂടെ ഉറപ്പാക്കണം. അവര് എത്രത്തോളം സംതൃപ്തരാണോ എങ്കിൽ മാത്രമേ അവരുടെ സേവനം അത് ഏറ്റവും നല്ല രീതിയിൽ ആ സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവര് നന്നായിട്ട് വർക്ക് ചെയ്യും. ആ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തുകൂടെ ഉറപ്പുവരുത്തണം? ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഈ പറയുന്ന ജീവനക്കാരുടെ സംതൃപ്തിയുടെ ഉറപ്പുവരുത്തണം. എങ്ങനെയൊക്കെ ഉറപ്പുവരുത്തണം? എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കാം? നോക്കൂ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അവർക്ക് നല്ല എന്താണ് ഒരു ജോലി സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുക. പിന്നെ എന്താണ്? ആൻഡ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പണമായിട്ടും പണമല്ലാത്തതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക അല്ലെ. മോണിറ്ററി എന്ന് വെച്ചാൽ പണമായിട്ടുള്ള ആനുകൂല്യങ്ങള്, നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പണമല്ലാത്ത ആനുകൂല്യങ്ങള്. ഇപ്പൊ അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കുള്ള ആ ഒരു ഇൻഷുറൻസ് സ്കീം അതൊക്കെ അവർക്ക് കൊടുക്കാം. അതുപോലെ അവർക്ക് നല്ല വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം അല്ലെ, നല്ല വർക്കിംഗ് സമയം അവർക്ക് കൊടുക്കാം. അതൊക്കെ അതുപോലെ അവർക്ക് പെയ്ഡ് ലീവ് കൊടുക്കാം അല്ലെ. അങ്ങനെയൊക്കെയുള്ളതൊരു പബ്ലിക് ഹോളിഡേസ് അങ്ങനെയൊക്കെ അവധി കൊടുക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ പണമല്ലാത്ത ആനുകൂല്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുക, പണമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ഓക്കെ ഇത് കറക്റ്റ് ആണ് കേട്ടോ. PF ഒക്കെ കൊടുക്കുക. അതെ, PF ഒക്കെ കൊടുക്കുക. PF എന്ന് പറയുമ്പോഴും ഒരു പണമായിട്ട് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്, പിന്നീട് അവർക്ക് ഉപയോഗപ്പെടുത്താം. പണമല്ലാത്ത ആനുകൂല്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുക, അതുപോലെ ലീവ്, പെയ്ഡ് ലീവ് അങ്ങനെയൊക്കെ കൊടുക്കുക, നല്ല വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക, സ്ട്രെസ്ഫുൾ അല്ലാത്തത്, ഇതൊക്കെ എന്താണ് പണമല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് അല്ലെ. ഓക്കെ, പിന്നെ മാത്രമല്ല ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. അത് മാത്രമല്ല ജീവനക്കാര് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾക്ക്, എന്തെങ്കിലും മോശം സേവനങ്ങൾക്ക്
നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? HR ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. എന്ന് പറഞ്ഞാല് എന്തായാലും നമ്മുടെ സേവനങ്ങൾക്ക് പ്രശ്നം വരില്ല. പക്ഷെ മോശം സേവനങ്ങൾ വന്നാലോ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു മോശം അനുഭവങ്ങൾ ഉണ്ടായി, മോശം സേവനങ്ങൾ കൊടുക്കുക, അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാല് അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മേലാണ്? HR ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഹ്യൂമൻ റിസോഴ്സിന്റെ ജോലി എന്തൊക്കെയാണ്? ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകള്, മീൻസ് ആളുകളെ തെരഞ്ഞെടുക്കുക, ഒന്നാമത്തെ പോയിന്റ് അല്ലെ. രണ്ടാമത്തെ എന്താണ്? അവരെ തെരഞ്ഞെടുത്ത് അവർ സ്റ്റാഫുകളായി മാറിയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. പിന്നെന്താ പറഞ്ഞത്? എൻഷുറിംഗ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. അപ്പൊ അതിനെ തുടർന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും എങ്ങനെയൊക്കെ പേഷ്യന്റിന്റെ സംതൃപ്തി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒന്ന്, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക. അതുപോലെ പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് അല്ലെ, പണമായിട്ടും പണമല്ലാത്തതാണ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാം, നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കാം. സ്വാഭാവികമായിട്ടും പേഷ്യന്റ് എന്തായാലും പേഷ്യന്റ് അല്ല എംപ്ലോയീസ് എന്തായിരിക്കും? വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന ചില മോശം സേവനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഏതാണ്? ഫിനാൻസ് അല്ലെ. ഫിനാൻസ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്കറിയാം എന്തായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏതായിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. ഒരിക്കലും നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷന് നിലനിൽക്കാനായിട്ട് പറ്റില്ല. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നോക്കാം, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. അതെല്ലാം ചെയ്തു വെക്കാം. ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. ദേ മേക്ക് ബഡ്ജറ്റ്സ്, financial plans for the future and distribute financial resources to the various departments of the hospital for their accreditation. ഇതൊക്കെ സേവനങ്ങൾ അവർ ചെയ്ത ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു അല്ലെ. അതായത് നമ്മള് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പോലെ ഹോസ്പിറ്റലിലും അവർക്ക് വരുന്ന റവന്യൂ, അവർക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ വരുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രഡേഷൻ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും നവീകരണ പ്രവർത്തനങ്ങളും മറ്റൊക്കെ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ ഇംപ്രൂവ് ആവുന്നില്ല അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, അവർക്ക് എന്താ പറയുക, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ബഡ്ജറ്റ് തയ്യാറാക്കുക, ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കൂടാതെ they also provide wage statements for the staff. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളുടെയും അവരുടെ എന്താണ് സാലറി സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. And oversee the purchases of medical supplies and pharmaceutical for the hospital. അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പർച്ചേസിംഗ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സപ്ലൈകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അതിന് എന്ത് വേണം? സാമ്പത്തികമായിട്ട് പിന്തുണ കൊടുക്കുന്നത് ഏതാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ആൻഡ് ഓവർസീ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്ലൈസും മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ വാങ്ങുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ട് ആരാണ് കൊടുക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തേതാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് അല്ലെ. എന്താണ്?
This department is having the powers of looking after the day-to-day operations of the hospital. മൊത്തത്തിൽ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ ഡേ-ടു-ഡേ ഓപ്പറേഷൻസ് അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എന്താണ് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. Okay, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? They look after all the paperwork of hospital and ensure that every department follows administrative procedures of the hospital. അല്ലെ, നമ്മൾ ഈ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. ക്ലറിക്കൽ ടാസ്കുകളാണ് അവർ കൂടുതലും ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകൾ ചെയ്യുന്നതും അതുപോലെ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകളും പോളിസികളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പിന്നെന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾസോ കണ്ടെയ്ൻസ് ഓർഗനൈസിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദ പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ കെയർ ഡ്യൂറിംഗ് an episode of the illness in the hospital and is responsible for integrating various functions and services. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു രോഗി അവരുടെ ആ ഒരു എന്താ പറയാ പരിചരണത്തിലുടനീളം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾ അല്ലെ, സപ്പോർട്ടുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുന്നതും അതിന്റെ മാനേജ്മെന്റും ഒക്കെ ഉറപ്പുവരുത്തുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെ മാത്രമല്ല and is responsible for integrating various functions and services. അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സേവനങ്ങളെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ സമന്വയിപ്പിച്ച് മൊത്തത്തിൽ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? അവരുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. വലിയൊരു ടാസ്ക് ആണ് അല്ലെ. എന്ന് വെച്ചാൽ മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അതിനെ എല്ലാം നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറച്ച് വലിയ ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ ഐഡിയ, വലിയ ഐഡിയ ഇല്ല, ടെക്നോളജി അല്ല എങ്കിലും ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങിയതൊക്കെ ഓർത്ത് വെക്കുക. ഡിപ്പാർട്ട്മെന്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിച്ചത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് IPD, OPD. അതിനകത്ത് OPD തന്നെ നമ്മൾ 24 ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 12 ഉണ്ട്, പിന്നെ 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ ഇത്രയാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ശരി, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയായിരുന്നോ? എല്ലാവരും ടെക്സ്റ്റ് കിട്ടിയോ? എല്ലാവർക്കും മേടിച്ചിരുന്നോ ടെക്സ്റ്റ്? ഓക്കെ, കുറച്ച് പേർക്ക് കിട്ടി, കുറെ പേർക്കൊന്നും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് ടെക്സ്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് മേടിച്ച് വായിച്ച് പഠിക്കാനായിട്ട് നോക്കാം. എക്സാമിന് അവസാനത്തേക്കൊന്നും വെക്കരുത് കേട്ടോ. ശരി, എന്നാ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വേണ്ടി തീരാം. താങ്ക് യു.